വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റ് 27th ഡിസംബർ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 29th ഡിസംബർ 2025 മുതൽ 2nd ജാനുവരി 2026 വരെയുള്ള വീക്കാണ്. നമ്മളുടെ ഈ വർഷത്തെ 2025 ഏറ്റവും ലാസ്റ്റത്തെ വീക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഒരു വളരെ നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു വർഷം ആശംസിച്ചുകൊണ്ടും വളരെ ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ ഡിസംബർ മന്തിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പോലെ തന്നെ ഒരു കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ 75 പോയിൻറ്റ്സ് നിഫ്റ്റി ഉയർന്ന് 26,042 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെൻസെക്സും നമുക്ക് കാണാം 85,041 112 പോയിൻറ്റ്സ് ഉയർന്നു ആണ് ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ് ഇൻഡെക്സ് 60,314 ജസ്റ്റ് 4 പോയിൻറ്റ്സ് മാത്രമാണ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 304 പോയിൻറ്റ്സ് ഉയർന്ന് 17,695 ക്ലോസ് ചെയ്തത്. എന്തായാലും നമുക്ക് കഴിഞ്ഞ വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കോവിഡിന് ശേഷം ഉണ്ടായ ഒരു വലിയ റാലി മാർക്കറ്റിൽ കുറേയധികം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സഹായിച്ചിട്ടുണ്ട്. ട്രേഡേഴ്സിനെ സഹായിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം കഴിഞ്ഞൊരു വർഷം ഒരു കൺസോളിഡേഷൻ്റെ പീരീഡായിരുന്നു. കോവിഡിന് ശേഷം ഇമ്മീഡിയറ്റായിട്ടൊക്കെ മാർക്കറ്റിലേക്ക് വന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമുണ്ടായ ഒരു കൺസോളിഡേഷൻ പീരീഡ് കാര്യമായിട്ട് അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേസമയം കഴിഞ്ഞൊരു വർഷത്തിലൊക്കെ മാർക്കറ്റിലേക്ക് വന്നവരെ സംബന്ധിച്ചിടത്തോളം പല സ്റ്റോക്കുകളും വാങ്ങിയത് കുറേയധികം താഴെയൊക്കെ പോയതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിനെ ബ്ലെയിം ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലേ. കാരണം 2025 എന്നൊരു വർഷം മാത്രം എടുക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള വെൽത്ത് ക്രിയേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു മാർക്കറ്റിൻ്റെ ഒരു ജേണി ഓവർ എ പീരിയഡാണ്. കഴിഞ്ഞൊരു 5 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ക്ലയൻസിൻ്റെ ഒക്കെ ഡാറ്റ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പലരും കഴിഞ്ഞ വർഷങ്ങളിൽ ക്രോർസിലേക്ക് പോർട്ട്ഫോളിയോ എത്തിയിൽ നിന്നൊരു 10-20-25% പോർട്ട്ഫോളിയോയിൽ നിന്നുള്ള പ്രോഫിറ്റിൻ്റെ പോർഷനിലാണ് പലർക്കൊരു ഡിപ്പൊക്കെ വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു വർഷം വന്നവരെ സംബന്ധിച്ചിടത്തോളം നിരാശരാകേണ്ട കാര്യമൊന്നുമില്ല. മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ 1-2 ഇൻഡസ്ട്രിയിലെ വെറ്ററൻസ് ആയിട്ടുള്ളവരുടെ വീഡിയോ അടക്കം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചില ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അതുപോലെ അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളൊരു പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ഈ 2025 ഈ കഴിഞ്ഞു പോയൊരു വർഷത്തിൽ കുറേയധികം വീഡിയോസിൽ നമുക്കറിയാം നമ്മുടെ വീഡിയോ കാണുന്നവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാം ഓരോ വീക്കിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. കഴിഞ്ഞ ഒരു 11 വർഷത്തോളമായിട്ടുള്ള നമ്മുടെ വീഡിയോസ് ഓൺലൈനായിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ പലപ്പോഴും നമ്മൾ പഴയ വീഡിയോസ് കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കോൺസെപ്റ്റ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പി റേഷ്യോനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പല ഡോക്ടേഴ്സും എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. അതും പ്രത്യേകിച്ചും 50 അല്ലെങ്കിൽ 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ പി റേഷ്യോ എന്നുള്ള അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഫീഡ്ബാക്ക്സ് ലഭിക്കുമ്പോൾ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഓൾമോസ്റ്റ് ഒരു 10 വർഷം മുമ്പ് തന്നെ ഞാൻ ഒരു
സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ബിഗിനേഴ്സിന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിഗിനേഴ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് വരുന്നവർ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ ട്രേഡിങ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകേണ്ടതെന്നുള്ളതും അവിടെ എങ്ങനെയാണ് ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റോക്ക് സെലക്ഷനിൽ അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ബുക്ക് എഴുതണമെന്ന് പലപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എനിക്കറിയാം ഇപ്പോൾ ഇത്രയും 11 വർഷത്തെ, കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നിന്നൊരു മെയിൽ വന്നപ്പോഴാണ് കഴിഞ്ഞ 11 വർഷമായിട്ട് ഇത്രയധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട്, അതും ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് അവർ ഒരു മെയിൽ അയക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഴയ വീഡിയോസൊന്നും ആരും കാണാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു നോളേജ് ഇത്രയധികം നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനതൊരു 2026 എൻ്റെ ഒരു ടാർഗറ്റായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 1-2 നല്ല ബുക്കുകൾ എഴുതുക എന്നുള്ളതാണ്. ഒരു ബുക്കിൻ്റെ വർക്ക് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഓൾമോസ്റ്റ് ഒരു പകുതിയോളം ആയിട്ടുണ്ട്. അതിനുശേഷം 1-2 ബുക്കുകൾ, ഒരു 5 ബുക്കെങ്കിലും ഒരു സീരീസായിട്ട് എഴുതുക എന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയും കാലം പഠിച്ച പല കാര്യങ്ങളും അതിലേക്ക് ഒരു ഇൻവെസ്റ്റർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മറ്റുള്ള ശ്രദ്ധകൾ തിരിഞ്ഞു പോകാതെ എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓവർ പീരിയഡ് അതൊരു വലിയ ഹ്യൂജ് വെൽത്ത് ക്രിയേഷൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു മാർക്കറ്റിൽ വെട്ടറായിട്ടുള്ള മോത്തിലാൽ ഓസ്വാൾ എന്നുള്ള ആ കമ്പനിയുടെ ഒരു ഫൗണ്ടറായിട്ടുള്ള രാംദേവ് അഗർവാളിൻ്റെ അദ്ദേഹം 90-ൽ 1 crore സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ വർഷത്തെ അദ്ദേഹത്തിൻ്റെ വെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ 2000 crore വന്നിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ അടക്കമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1 കോടി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 100 crore-ലേക്കും ഒരു 1000 crore-ലേക്കൊക്കെ സ്വപ്നം കാണാനായിട്ട് പറ്റുമെന്നുള്ളതും അതിലേക്ക് വേണ്ടത് നമ്മൾ ഏർലി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരു അടുത്ത ജനറേഷന് വേണ്ടിയിട്ടൊരു ബുക്ക് അല്ലെങ്കിൽ കുറച്ച് സീരീസ് ഓഫ് ബുക്സ് എഴുതുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഞാൻ അടുത്ത വർഷം 2026 എൻ്റെ മുമ്പിൽ തന്നെ വയ്ക്കുന്ന ഒരു കാര്യം. കാരണം ഇത്രയും വർക്കിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു അസൈൻമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. പക്ഷേ ഇനി നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ നമ്മൾക്ക് ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും അടുത്ത വർഷത്തിൽ 2 ബുക്കെങ്കിലും ഞാനത് ഒരു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ വ്യൂവേഴ്സിനും കസ്റ്റമേഴ്സിനൊക്കെ ആയിട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. എന്തായാലും ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്നവർ ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാവില്ല മോട്ട്സ് എന്നുള്ളത് അല്ലേ. എക്കണോമിക് മോട്ട് എന്ന് ആണ് ഉദ്ദേശിക്കുക. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ എക്കണോമിക് മോട്ട് എന്ന ഉള്ളൊരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇക്കണോമിക് മോട്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ് എന്നുള്ളൊരു കാര്യം ഒരുപക്ഷെ സാധാരണക്കാരൻ്റെ ഒരു ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ്, ഇപ്പോൾ ഒരു കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ കൂടുതൽ ഒരു കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നേടിക്കൊടുക്കുന്ന ചില പോയിൻറ്റ്സ് ഉണ്ടാവും അല്ലേ. എസ്പെഷ്യലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വളരെ ക്ലിയർ ആയിട്ടൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മാരുതി എന്നുള്ള കമ്പനി നമുക്കറിയാം, ഇന്ത്യക്കാരുടെ കാറ് എന്നുള്ള ഒരു സ്വപ്നം സഫലീകരിച്ചു കൊടുത്ത ഒരു കമ്പനിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 80s മുതൽ പലരും മാരുതി 800 എന്നുള്ള കാറിനെ കണ്ട്
നമ്മൾ അത്ഭുതപ്പെട്ട് നിന്ന ഒരു ജനറേഷനിലൂടെ വന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ യങ്സ്റ്റേഴ്സിന് പല മോഡൽസ് ആയിട്ടുള്ള കാറുകളെ കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ അന്ന് നമ്മളൊരു അംബാസഡറും ഒരു പ്രീമിയർ പത്മിനിയും അല്ലെങ്കിൽ അതിനുശേഷം ഒരു മാരുതി എന്നുള്ള ഒരു കാറ് വന്നപ്പോൾ അത്ഭുതപ്പെട്ടവരാണ്. പക്ഷേ ആ കാറ് എനിക്ക് ഏറ്റവും അത്ഭുതമുള്ള ഒരു കാര്യമായിട്ട് ആ കാറിൻ്റെ ഒരു ഗ്രോത്ത് മാരുതി സുസുക്കി എന്നുള്ള കമ്പനിയുടെ ഗ്രോത്തിൽ കണ്ടിട്ടുള്ളത് ഇന്ത്യയുടെ എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും അവർ സർവീസ് സെൻറ്റേഴ്സ് തുടങ്ങി എന്നുള്ളതാണ് അവരുടെ സക്സസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഏതൊരു വീട്ടിലും. ഇപ്പോൾ എൻ്റെ വീട്ടിലും ഒരു മാരുതി കാറുണ്ട്, മറ്റു കാറുകളുണ്ടെങ്കിലും മാരുതി കാറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ സർവീസിന് വേണമെങ്കിലും ഒരു ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് കാർ എടുത്തുകൊണ്ട് പോകും. അതും ഏറ്റവും ഫാസ്റ്റായിട്ട് മാക്സിമം അന്ന് തന്നെ, അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിപ്പയർസ് കൂടുതലുള്ള ദിവസമാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ വീട്ടിൽ കൊണ്ടുതരും. അതും വളരെ മിനിമം എമൗണ്ടിൽ തന്നെ സർവീസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അതേസമയം ഈ മോട്ടില്ലാത്തൊരു കമ്പനിയാണ്. എനിക്കൊരു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു EV ഉണ്ട്. ആ EV സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വിളിച്ചാൽ ഒരിക്കലും വരില്ല. അതേസമയം നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അതിനുശേഷം ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചകൾ അതിൻ്റെ പിന്നാലെ ഫോളോ അപ്പ് ചെയ്യണം. ഈ EVക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനും നമ്മൾ കുറേയധികം അതിന് പിന്നിൽ എഫേർട്ട് ഇടുകയും വേണം. സർവീസ് ലഭിക്കാനായിട്ടും വളരെ ഡിലേ ഉണ്ട്. അപ്പോൾ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എസ്പെഷ്യലി ഓട്ടോമൊബൈൽസിൻ്റെ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് മാരുതിക്കുള്ള മോട്ട് എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഒരു പോയിൻ്റായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ സർവീസ് ഏറ്റവും നല്ല രീതിയിൽ നൽകുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പോയിന്റ്. അതോടൊപ്പം തന്നെയുള്ള പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് വളരെ കുറവിൽ അവർക്ക് മറ്റുള്ള ബ്രാൻഡുകളെക്കാളും വില കുറവിൽ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഇത്രയധികം യൂണിറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതൊരു വലിയൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കോസ്റ്റ് കുറച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മൈലേജുള്ള വണ്ടികൾ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രിഫറൻസാണ് കാറുകൾ കാണാനുള്ള ഒരു ഭംഗി ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം. അതും അവർക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ മേജറായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ എന്തൊക്കെയാണ് ഇക്കണോമിക് മോട്ട് ആ കമ്പനിക്ക് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും നോക്കേണ്ടത് എന്നുള്ളൊരു പോയിന്റിലേക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ മോട്ട് എന്നുള്ളൊരു പോയിന്റ്, ഒരു ടേം ഏറ്റവും കൂടുതൽ വേൾഡിൽ ഫേമസ് ആക്കിയത് നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വോറൻ ബഫെ എന്നുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ഈ മോട്ട് എന്നുള്ള ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും കൊക്കക്കോള എന്നുള്ള കമ്പനിയുടെ ഈ മോട്ട് എന്നുള്ള ഒരു പോയിന്റ് കണ്ടുകൊണ്ട് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഹ്യൂജ് വെൽത്ത് കൊക്കക്കോളയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തതും വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള ഈ മോട്ട് എന്നുള്ള ഒരു പോയിന്റിനെ ഏറ്റവും പോപ്പുലർ ആക്കിയ ഒരു പോയിന്റാണ്. ഇക്കണോമിക് മോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി സാധാരണയായിട്ടുള്ള അവരുടെ ആ ഒരു ബ്രാൻഡ് പല കമ്പനികൾക്കും ഒരു ബ്രാൻഡ് ലോയൽറ്റി അവർ ഓവർ പീരിയഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബ്രാൻഡ് പ്രിഫറൻസ് കസ്റ്റമേഴ്സിനുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പല കാര്യങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം. അതുപോലെ തന്നെയാണ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പലപ്പോഴും വലിയ രീതിയിൽ ബിസിനസ് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അവർക്ക് കോസ്റ്റ് വളരെ താഴെ ലെവലിൽ സപ്ലൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് പുതിയത് വരുന്നതിന് അവർക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ നമ്മൾ കണ്ടതാണ് റിലയൻസിൻ്റെ ജിയോ ലോഞ്ച് ചെയ്തപ്പോൾ അവർ കോസ്റ്റ് വളരെ കുറവിലും അതുപോലെ തന്നെ പലതും ഫ്രീ ഒക്കെ ആയിട്ട് കൊടുത്തുകൊണ്ട് അവർ ബ്രാൻഡിന് ഒരു വലിയ വാല്യൂ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു ലോയൽറ്റി ബിൽഡ് ചെയ്യാനായിട്ട് പലപ്പോഴും വളരെ ചെറിയ കോസ്റ്റിൽ
നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലോവർ കോസ്റ്റിൽ മാർക്കറ്റിൽ നൽകുന്ന ഒരു ബ്രാൻഡ്, അതും വലിയൊരു ബ്രാൻഡാകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീഷനെ വളരെയധികം കുറയ്ക്കാനായിട്ടും ഇവരായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പുതിയ പുതിയ കമ്പനികൾ വരാനും മടിക്കുകയും ചെയ്യും. അതൊരു എക്കണോമിക് മോട്ട് ഒരു കമ്പനിയെ ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ പലപ്പോഴും പാറ്റൻസ് ഒരു എക്കണോമിക് മോട്ട് ആയിട്ട് പല കമ്പനികളും നിലനിൽക്കും. നമുക്കറിയാം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ആണെങ്കിലും പല പാറ്റൻസ് ഉള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്കണോമിക് മോട്ട് തന്നെയാണ്. അതുപോലെ പലപ്പോഴും ഒരു സ്വിച്ചിങ് കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോട്ടാണ്. പലപ്പോഴും ഒരു പ്രോഡക്റ്റിൽ നിന്ന് മറ്റൊരു പ്രോഡക്റ്റിലേക്ക്, പ്രത്യേകിച്ചും നമുക്ക് സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ പ്രോഡക്റ്റ് ഉപേക്ഷിച്ച് മറ്റൊരു പ്രോഡക്റ്റിലേക്ക് പോവുക എന്നുള്ളതൊരു വളരെ ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു എക്കണോമിക് മോട്ട് ഈ ഒരു സ്വിച്ചിങ് കോസ്റ്റ്, അതിന് ഇൻവോൾവ് ആയിട്ടുള്ളൊരു സ്വിച്ചിങ് കോസ്റ്റ് പലപ്പോഴും ഒരു എക്കണോമിക് മോട്ടായിട്ട് പലപ്പോഴും ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണുന്നത്, നമുക്ക് നോക്കുകയാണെങ്കിൽ വോറൻ ബഫറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേ ഓഫ് അപ്രോച്ച് ടു ഇൻവെസ്റ്റിംഗ് ഇൻ മോഡ്സ് എന്നുള്ള ഒരു പോയിൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ലോങ് ടൈം വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് പലപ്പോഴും കോസ്റ്റ് അഡ്വാൻറ്റേജുകളായിരിക്കും, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് എഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻടാജിബിൾ ആയിട്ടുള്ള അസറ്റുകളായിരിക്കും. അതുപോലെ ബ്രാൻഡ് സ്ട്രെങ്ത്ത്, റെഗുലേറ്ററി ലൈസൻസസ്, അതുപോലെ സ്വിച്ചിങ് കോസ്റ്റ്, ഇതൊക്കെയാണ് ഒരു മോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നമുക്ക് ചില എക്സാമ്പിൾസ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് TVS മോട്ടോഴ്സ് എന്നുള്ള കമ്പനിയുടെ ചാർട്ടാണ്. നമുക്കറിയാം 2 വീലറും അതുപോലെ തന്നെ 3 വീലറിലും ഇന്ത്യയിലെ മേജറായിട്ടുള്ളൊരു പ്ലെയറാണ് TVS മോട്ടോഴ്സ് എന്നുള്ള കമ്പനി. ഇതൊരു സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനി 2020 ഏപ്രിൽ പീരിയഡിൽ ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 240 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നോക്കൂ, ഞാൻ ആ സമയത്ത് ബേസിക്കലി ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ് TVS മോട്ടോർ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇന്ത്യയിൽ നടന്നൊരു വലിയ ചേഞ്ച് ആയിരുന്നു. ലേഡീസ് എല്ലാം 2 വീലേഴ്സ് ഓടിക്കാനൊക്കെ ആയിട്ട് കുറേയധികം പേര് ഓടിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു പീരീഡാണ് 2015 ശേഷം. അതിൽ TVS മോട്ടോറിൻ്റെ പല മോഡൽസും നമ്മൾ കാണുകയുണ്ടായി. ലേഡീസ് വളരെ പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം അതിൽ വെയിറ്റ് കുറവാണ്, അവരെ സംബന്ധിച്ചിടത്തോളം കൊണ്ടു നടക്കാനൊക്കെ വളരെ എളുപ്പമുള്ള മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇത്രയും പോപ്പുലേഷനിൽ ലേഡീസ് എന്നുള്ളൊരു വലിയ സെഗ്മെൻറ്റ് ഓപ്പൺ അപ്പ് ചെയ്ത് വന്ന ഒരു സമയത്ത് ഇവർക്ക് വലിയൊരു വോള്യൂം ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ കുറേയധികം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൊക്കെ കമ്പനി കുറേയധികം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം കുറേ പുതിയ മോഡൽസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ലോഞ്ച് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിനുശേഷം ആ പ്രോഡക്റ്റ് അത് 2015 മുതൽ 2020 വരെ പക്ഷേ ഈ കമ്പനിയുടെ പ്രൈസിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ കമ്പനിയുടെ പ്രൈസ് എന്നിട്ടും മുകളിലേക്ക് പോകാത്തത് എന്നുള്ളത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്തു. അതിൻ്റെ ഒരു റിട്ടേൺ വരുന്നത് ഒരു പക്ഷേ ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടെന്നുള്ളതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത് ഒരു പക്ഷേ മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ശേഷം പെട്ടെന്ന് ആയിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്റ്റോക്ക് പ്രൈസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആ 240 ലെവലിൽ നിന്ന് 2020 നിന്നും നമുക്ക് ആ ഒരു കോവിഡിൻ്റെ പീരീഡിലൊക്കെയാണ് അതൊരു 240 ലെവലിലൊക്കെ ട്രേഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്കിൻ്റെ ഒരു റാലി നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അവിടെ നിന്ന് 2000ലേക്കും അവിടെ നിന്ന് കഴിഞ്ഞ വീക്കിൽ സ്റ്റോക്ക് ഒരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 3734 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കഴിഞ്ഞ 5 വർഷത്തിൽ ഈ സ്റ്റോക്ക് 1455% മുകളിലേക്ക് ഉയർന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ TVS മോട്ടോർ ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഒരു കോമ്പറ്റീറ്റീവ് മോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കമ്പനി ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് ടു വീലർ മാനുഫാക്ചറാണ്.
ഈ കമ്പനിക്ക് മറ്റുള്ള ഹീറോ മോട്ടോർ കോർപ്പും ബജാജ് ഓട്ടോവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവരെക്കാളും പല രീതിയിലും ഓപ്പറേഷണൽ കേപ്പബിലിറ്റീസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ടി വി എസ് മോട്ടോർ എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ടി വി എസ് മോട്ടോർ എന്നുള്ള ആ ബ്രാൻഡിന് അത്രയധികം പ്രിഫറൻസ് അവരെല്ലാം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ടി വി എസ് മോട്ടോറിൻ്റെ ഈ പ്രൈസ് ഇതുപോലെ വലിയൊരു റാലിയിലേക്ക് മൂവ് ചെയ്തത്. ബ്രാൻഡ് സ്ട്രെങ്ത്ത് ടി വി എസ് മോട്ടോർ ഇത്രയും വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ അവരുടെ പ്രോഡക്ട്സിൽ അവർ ടെക്നോളജി കൊണ്ടുവന്നത്, അതിൽ റിസർച്ച് R&Dയിലൂടെ അവർ ടെക്നോളജി കൊണ്ടുവന്നതിന് ശേഷം വളരെ പോപ്പുലറായിട്ടുള്ള കുറേ മോഡൽസ് അവർക്ക് ഇറക്കാൻ സാധിച്ചു. അപ്പാച്ച്, എൻടോർക്ക്, ജൂപ്പിറ്റർ, അതുപോലെ റേഡിയോൺ എന്നുള്ള കമ്പനികളൊക്കെ പ്രീമിയം പ്രൈസിങ്ങിലുള്ള ബൈക്കുകളും ഇന്നത്തെ രീതിയിൽ അവർക്ക് ഇറക്കാൻ സാധിച്ചു. അതിനുശേഷം അവരെ സംബന്ധിച്ചിടത്തോളം കുറേയധികം എക്സ്പോർട്ട് മാർക്കറ്റിനെ ടാപ്പ് ചെയ്യാനൊക്കെ അവർക്ക് സാധിച്ചു. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ കുറച്ച് സമയം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മാരുതിയുടെ പോലെ തന്നെ 4000-ഓളം ഡീലേഴ്സും സർവീസ് സെൻറ്ററുകളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള സർവീസ് അവർക്ക് നൽകാൻ സാധിച്ചു. റൂറൽ ഏരിയസ് പോലും വളരെ നല്ല രീതിയിലുള്ള സർവീസ് നൽകാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അവരൊരു 60 കൺട്രീസിലേക്ക് ടി വി എസ് മോട്ടോഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള അവരുടെ ഒരു പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡിൽ വരുന്ന എന്തെങ്കിലും ഒരു കുറവ് വരികയാണെങ്കിൽ അവർക്ക് എക്സ്പോർട്ട് മാർക്കറ്റിൽ നിന്ന് അവർക്ക് അത് മാനേജ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത്രയും ഹ്യൂജ് 4 മാനുഫാക്ചറിങ് പ്ലാന്റുകളിൽ നിന്നും അവർ വളരെ നല്ല രീതിയിൽ, ഒരു പ്ലാന്റ് ഇന്തോനേഷ്യയിലുണ്ട്, അതിൽ നിന്നെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ആനുവലി ഒരു 4.95 മില്യൺ ബൈക്കും അതുപോലെ 2 വീലേഴ്സ് അവർക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കോസ്റ്റിനെ കാര്യമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാനും കോസ്റ്റ് എഫിഷ്യൻസിയോടുകൂടി അവർക്ക് പ്രൈസ് ചെയ്യാനും സാധിച്ചതാണ് ടി വി എസ് മോട്ടോറിൻ്റെ സക്സസിൻ്റെ പിന്നിലുള്ളൊരു കാര്യം. അപ്പോൾ ഇതാണ് ഒരു കമ്പനിയുടെ മോട്ട് എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ EV റിവല്യൂഷനിൽ അവർക്ക് BMW അതുപോലെ തന്നെ സ്വിസ് ഇ മൊബിലിറ്റി അക്വിസിഷനൊക്കെ ആയിട്ടുള്ള അതുപോലെയുള്ള ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള കുറേയധികം അവർ നടത്തിയ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളെല്ലാം വളരെ സക്സസ്ഫുള്ളായിരുന്നു. അതിന് വരും ദിവസങ്ങളിലും അവരുടെ സക്സസ്സിനെ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കഴിഞ്ഞ ഒരു സ്റ്റോറി അല്ല. ഇനിയും ടി വി എസ് മോട്ടോർ എന്നുള്ള ആ കമ്പനിയുടെ മോട്ട് കുറേ കൂടിയും വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ ടി വി എസ് മോട്ടോർ വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ടുണ്ടായ ഒരു പെർഫോമൻസ് ഉള്ളൊരു കമ്പനിയാണ് ടി വി എസ് മോട്ടോർ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ണിൻ്റെ മുമ്പിലൂടെ കഴിഞ്ഞ കോവിഡിന് ശേഷം റാലി ചെയ്ത് പോയത് കണ്ടൊരു സ്റ്റോക്കാണ് ഡിക്സൺ ടെക്നോളജീസ് എന്നുള്ള കമ്പനിയിൽ. നമുക്ക് ഡിക്സൺ ടെക്നോളജീസിൻ്റെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഈ സ്റ്റോക്ക് 2019 312 ലെവലിലൊരു ലോ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്നാണ് ഈ റാലി തുടങ്ങുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് ഒരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തത് 19,148 എന്നുള്ള ലെവലിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഡിക്സൺ ടെക്നോളജീസ് ഒരു ന്യൂ ജനറേഷൻ കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എല്ലാ കമ്പനികളുടെ എക്സാമ്പിൾസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷേ നമുക്കെല്ലാം പരിചയമുള്ള ടി വി എസ് മോട്ടോർ എന്നുള്ള ഒരു ഓൾഡ് ജനറേഷൻ കമ്പനി എന്ന് പറയാം. ആ കമ്പനിയാണെങ്കിൽ ഇത് ഒരു ന്യൂ ജനറേഷൻ കമ്പനിയാണ് ഡിക്സൺ ടെക്നോളജീസ് എന്നുള്ള കമ്പനി. ഈ ഡിക്സൺ ടെക്നോളജീസിൻ്റെ ആ കമ്പനിയുടെ ഒരു കോമ്പറ്റീറ്റീവ് മോഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു മാനുഫാക്ചറിങ് സ്കെയിൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻസെൻറ്റീവ്സ് വളരെയധികം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഇൻ്റഗ്രേഷൻസ്, ഇതെല്ലാം അവരൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യയുടെ തന്നെ ഒരു ലീഡിങ് ഇലക്ട്രോണിക് സെക്ടറിലുള്ള ഒരു പ്ലെയറാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഡിമാൻഡ്സിന് അവർക്ക് വളരെ നല്ല രീതിയിൽ ടാപ്പ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡിക്സൺ ടെക്നോളജീസ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലൂടെ ഇതുപോലെ ഒരു റാലി ചെയ്തു പോയിട്ടുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡിക്സൺ ടെക്നോളജീസ് എന്നുള്ള കമ്പനിയെ ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങുന്നത് ഒരു 3000 ലെവലിൽ എത്തിയതിന് ശേഷമാണ്. അപ്പോൾ
അതിന് പ്രധാനപ്പെട്ട വേറെ കാര്യം ഉണ്ടായത് കോവിഡിന് ശേഷം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള തന്നെ കുറേയധികം കമ്പനികൾ ഉണ്ടായിരുന്നുകൊണ്ട് മാക്സിമം നമ്മൾ ഇൻവെസ്റ്റഡ് ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്തുകൊണ്ടൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഡിക്സൺ ടെക്നോളജീസിനെ ഇഗ്നോർ ചെയ്തതാണ്. പക്ഷേ വലിയൊരു ഹ്യൂജ് കോസ്റ്റ് ഇഗ്നോർ ചെയ്തതിന് പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഡിക്സൺ ടെക്നോളജീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ മിസ്സായിട്ടുള്ളൊരു സ്റ്റോക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമുക്ക് നോക്കൂ, ഈ കമ്പനി മൾട്ടിപ്പിൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്നുള്ള ഗവൺമെൻറ് സ്കീമിൽ നിന്ന് കമ്പനിക്ക് വലിയ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മൊബൈലും IT ഹാർഡ്വെയറും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സെഗ്മെൻറ്റിലേക്കൊക്കെ ഗവൺമെൻറ് PLA സ്കീമിൽ വന്നിട്ടുള്ള കുറേയധികം കാര്യങ്ങളുടെ ബെനിഫിറ്റ് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കമ്പനിക്ക് കുറേയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. സാംസങ്, ഷിയോമി, മൊട്ടറോള ഇതൊക്കെയുള്ള കമ്പനികൾ മൊബൈലും LED അതുപോലെ വാഷിംഗ് മെഷീൻസും അതുപോലെ തന്നെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊക്കെ കമ്പനിക്ക് കുറേയധികം നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡിക്സൺ ടെക്നോളജീസ് ഇതുപോലെ വലിയ രീതിയിലേക്ക് ഗ്രോ ചെയ്തത്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള മോട്ട് കമ്പനീസ്, ഞാൻ ഈ കമ്പനികളുടെയൊക്കെ കാര്യം പറയുന്നത് നിങ്ങൾ നാളെ ഒരു പുതിയൊരു കമ്പനിയെ കാണുമ്പോൾ ആ കമ്പനിയുടെ മോട്ട് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയാനായിട്ട്, മോട്ടെന്ന് പറഞ്ഞാൽ മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കമ്പനിക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ, അത് പ്രത്യേകിച്ചും നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കോട്ട, നമുക്കറിയാം മുമ്പ് രാജാക്കന്മാരൊക്കെ ഒരു കോട്ട കെട്ടി മറ്റുള്ള ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഒരു ബിസിനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ കമ്പനിയുടെ ഒരു ബ്രാൻഡും അതുപോലെ തന്നെ ആ കമ്പനിയുടെ പ്രോഡക്ട്സ് പ്രിഫർ ചെയ്യുന്ന രീതിയിലേക്ക് കുറേ വർഷം കൊണ്ടായിരിക്കാം ഒരു കമ്പനി വരുന്നത്. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ കമ്പനി ഇതുപോലെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾക്ക് ഇങ്ങനൊരു ഐഡിയ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഐഡിയകൾ വർഷങ്ങൾക്ക് മുമ്പ് ജനറേറ്റ് ചെയ്ത കമ്പനികളാണ് ഇതുപോലെയുള്ള കമ്പനികൾ. ഇപ്പോൾ ഇന്ത്യയിൽ പെർഫോം ചെയ്ത വളരെ നല്ല മോട്ടുള്ള കമ്പനികളാണ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു കമ്പനി ഏഷ്യൻ പെയിൻറ്റ്സ് ആണ് ഇന്ത്യയിലെ ഏറ്റവും മോട്ടറുള്ളൊരു കമ്പനി എന്ന് പറയാവുന്നത്. കാരണം നമുക്കറിയാം ഡെക്കറേറ്റീവ് പെയിൻറ്റ്സിൽ 55% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. മോർ ദാൻ 70,000 നെറ്റ്വർക്ക് ഉണ്ട്. ബ്രാൻഡ് ലോയൽറ്റി ഏറ്റവും അധികമുള്ള ഒരു കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രൈസിങ് പവറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമുക്കറിയാം കുറച്ച് പുതിയ വലിയ പെയിൻറ്റ് കമ്പനികൾ വന്നിട്ടും ഏഷ്യൻ പെയിൻറ്റ്സ് അവരുടേതായ ഒരു പ്രൈസിങ് പവറിൽ തന്നെ അവർക്ക് പ്രോഡക്ട്സ് കൊടുക്കാനായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള കോമ്പറ്റീഷനെ അവർക്ക് ഫേസ് ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഏഷ്യൻ പെയിൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കോമ്പറ്റീറ്റേഴ്സ് വന്നതിന് ശേഷം സ്റ്റോക്കിൻ്റെ പ്രൈസ് മുമ്പ് പെർഫോം ചെയ്തിരുന്നത് പോലെ പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഈ മോട്ടുള്ള ഒരു കമ്പനിക്ക് ഒരു വലിയൊരു കോമ്പറ്റീറ്റർ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് കാര്യമായ വ്യത്യാസം വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് എക്സിറ്റ് ചെയ്യാനും ഈ മോട്ടുള്ളൊരു കമ്പനിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് HDFC ബാങ്ക്. പറയുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും അധികം ബ്രാഞ്ചസ് ഉള്ള ഒരു ബാങ്കാണ്, പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് കമ്പനി. മോർ ദാൻ 7,000 ബ്രാഞ്ചസ് ഉള്ള ഒരു ബാങ്കാണ്. അതുപോലെ ഡിമാർട്ട് എന്നുള്ള അവന്യൂ സൂപ്പർ മാർട്ട്സ് എന്നുള്ള ഈ കമ്പനി നമുക്കറിയാം അവർ വളരെ ലീൻ ആയിട്ടുള്ള ഓപ്പറേഷൻസിലൂടെ അവരൊരു കോസ്റ്റ് ലീഡർഷിപ്പ്, അതായത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തതാണ്. നമുക്കറിയാം രാധാകൃഷ്ണൻ ദമാനി പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഡിമാർട്ട് എന്നുള്ള കമ്പനി. അപ്പോൾ മറ്റു രണ്ട് IT-യിലെ ഭീമന്മാരായിട്ടുള്ള TCS-ഉം ഇൻഫോസിസും ഈ രണ്ട് കമ്പനികൾക്കും നമുക്കറിയാം മൾട്ടി ഇയർ കോൺട്രാക്ട്സ് കമ്പനികൾക്കുള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം
വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ക്ലൗഡും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവീസിലൊക്കെ വളരെ ടാലൻറ്റിലുള്ള ഡെപ്താണ് ഈ TCSനും ഇൻഫോസിസിനും ഉണ്ട് എന്നുള്ളതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ മറ്റൊരു കമ്പനി നമ്മൾ കൺസ്യൂമർ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ടൈറ്റാൻ എന്നുള്ള കമ്പനിയാണ്. ഈ കമ്പനി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 60% ഓർഗനൈസ്ഡ് വാച്ച് മാർക്കറ്റും അതുപോലെ തന്നെ ജ്വല്ലറി സെഗ്മെൻറ്റും തനിഷ്ക് എന്നുള്ള അവരുടെ ബ്രാൻഡിലൂടെയുള്ള അവരുടെ ലീഡർഷിപ്പും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ മോട്ടായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ റെഗുലേറ്ററി മോട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ BSE എന്നുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്കറിയാം. 2 സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന എക്സ്ചേഞ്ചുകളാണ് ഇന്ത്യയിലുള്ളത്. NSE ലിസ്റ്റഡ് അല്ല, അതേസമയം BSE ലിസ്റ്റഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവിടെ അങ്ങനെയുള്ള റെഗുലേറ്ററുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സ്ചേഞ്ചുകൾ ഒരു ഇന്ത്യക്കാരന് സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ ഒന്നുകിൽ NSEയിൽ പോയി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് NSEയിലൂടെ ചെയ്യണം, അല്ലെങ്കിൽ BSEയിലൂടെ ചെയ്യണം. അപ്പോൾ BSE ആണ് ലിസ്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് BSE എന്നുള്ള ഒരു എക്സ്ചേഞ്ചിൽ കൂടെ മാത്രമാണ്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റെഗുലേറ്ററി മോട്ടാണ്. അതുപോലെ തന്നെ IRCTC എന്നുള്ള കമ്പനി നമുക്കറിയാം. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനൊക്കെ IRCTC മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇതും ഒരു റെഗുലേറ്ററി മോട്ടായിട്ടുള്ള അതിനുള്ളൊരു എക്സാമ്പിളായിട്ട് നമ്മൾ കാണണം. അതുപോലെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഓൾമോസ്റ്റ് എങ്ങനെയായിരുന്നു മോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും പെർഫോമൻസ് നമ്മൾ കാണുകയൊക്കെ ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ, ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു കമ്പനി ആ കമ്പനിയുടെ ഏറ്റവും നല്ല മോട്ടുള്ളൊരു കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് നമ്മൾ. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരും ദിവസങ്ങളിലെ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നുള്ള ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ശക്തി പമ്പ്സ് എന്നുള്ള ഒരു കമ്പനിയുടെ ചാർട്ടാണ്. ഈ കമ്പനി ഒരു 200 ലെവലിൽ നിന്നൊക്കെ ഒരു 1000 മുകളിലേക്കൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ വീക്കിലൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു 735 ലെവലിലാണ്. അപ്പോൾ ഈ കമ്പനി ഒരു മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ, നമുക്കറിയാം സ്മോൾ ക്യാപ്പുകളും മിഡ് ക്യാപ്പുകളൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഒരു കറക്ഷന് ശേഷം 1000 മുകളിൽ നിന്നൊക്കെ താഴെ വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശക്തി പമ്പിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു വളരെ നല്ലൊരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക്. അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു ഡെവലപ്പിംഗ് എക്കണോമിക് മോട്ട്, ഈ കമ്പനിയുടെ ഒരു ലീഡർഷിപ്പ് ഉണ്ടല്ലോ, സോളാർ പമ്പ് മാനുഫാക്ചറിങ്ങിൽ നിന്നും ഉള്ള കമ്പനിയുടെ ഒരു ലീഡർഷിപ്പാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ മോട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ്, റിന്യൂവബിൾ എനർജിക്ക് നൽകുന്ന ഇൻസെൻറ്റീവ്സിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിഷ്യറി ആവാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് ശക്തി പമ്പ്സ് എന്നുള്ള കമ്പനി. അതുപോലെ തന്നെ ഒരു മാർക്കറ്റ് ക്യാപ്പ് 10,000 crore അടുത്തുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 55% ഉള്ള ഒരു കമ്പനിയാണ് ശക്തി പമ്പ്സ് എന്നുള്ളത്. ഇതൊരു വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒരു വളരെ സസ്റ്റൈനബിൾ അഡ്വാൻറ്റേജസ് വരാവുന്ന ഒരു മൾട്ടി ഇയർ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന ഒരു രീതിയിലുള്ള ഒരു നമ്മൾ പാരാമീറ്റേഴ്സാണ് നമ്മളിതൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ ഈ ടോപ്പ് പ്ലെയറാണ് ഈ കമ്പനി സോളാർ പമ്പ്സ് എന്നുള്ള ആ സെഗ്മെൻറ്റിൽ നിന്നുള്ളതും. PLI സ്കീമുകളുടെ അപ്രൂവൽസ് വന്നതിന് ശേഷം ഈ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ കമ്പനി 50-ലധികം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ ഈ കമ്പനിക്ക് കുറേയധികം കോസ്റ്റ് എഫിഷ്യൻസിയോടുകൂടി പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ഈ കമ്പനിയുടെ പെർഫോമൻസിനെ ഒന്നൊരു ടാബുലർ ഫോമിൽ ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 55.31% ആണ് വരുന്നത്. ഒരു 3-year ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 32% ആവറേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റൽ ഒരു 10,000 crore അടുത്താണ്. സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റിൽ നിന്നുള്ളതാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.15 ആണ്.
അതായത് ലോ ലീവറേജ്, ഡെറ്റ് വളരെ കുറവുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത് 9.68% ആണ്, അതായത് വളരെ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പി ഇ റേഷ്യോ 24.35 ആണ്, റീസണബിൾ ആയിട്ടുള്ളൊരു പി വി റേഷ്യോ ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന വളരെ നല്ലൊരു മോട്ടറുള്ളൊരു കമ്പനി. എന്തായാലും ന്യൂ ഇയറിന് ഒരു റെക്കമെൻഡേഷനായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വീഡിയോയിലൂടെ ഒന്നും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മോട്ടിൽ നിന്ന് ഡിസ്കഷനിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുപോലെ നമ്മൾ മറ്റ് 1-2 വീഡിയോസിലൂടെ നമ്മളിന്ന് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു വേർഡാണ് അല്ലേ. പക്ഷേ പ്രാക്ടിക്കലി പലരും എനിക്കറിയാം മാർക്കറ്റിൽ കഴിഞ്ഞൊരു വർഷം ഉണ്ടായിട്ടുള്ള പല സ്റ്റോക്കുകളുണ്ടായിട്ടുള്ള ഒരു കറക്ഷനും അല്ലെങ്കിൽ ക്രാഷും ഒക്കെ കണ്ട ഒരു സമയത്ത് ഈ വൊളാറ്റിലിറ്റി എന്ന് പറഞ്ഞ അതാണ് നമ്മളിപ്പോൾ കാണുന്നതെന്ന് പോലും പലർക്കും മനസ്സിലാകുന്നില്ല. അതിന് ശേഷം നല്ല സമയം വരുമെന്നുള്ളതും മാർക്കറ്റ് വീണ്ടും തിരിച്ചു വരുമ്പോൾ പല സ്റ്റോക്കുകളും ഇപ്പോൾ പോർട്ട്ഫോളിയോയിൽ ലോസിൽ കാണുന്നത് പ്രോഫിറ്റിലാകുമെന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് പ്രാക്ടിക്കലി ആ സൈക്കിളിലൂടെ കടന്നു പോകുക എന്നുള്ളതും ആ സൈക്കിളിൽ നമ്മളവിടെ നിലനിൽക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ അതിൽ നിന്നാൽ തന്നെയാണ് മനസ്സിലാക്കിയുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മുമ്പ് ഈ മാർക്കറ്റിലൂടെ ഈ സൈക്കിളുകളിലൂടെ പോയവരുടെ അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ നമ്മുടെ ഹാർഡ് ആൻഡ് മണി ലോസ് ബുക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് കയറുമ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ അത് ചെയ്തത് അബദ്ധമാണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സ് അവോയ്ഡ് ചെയ്താൽ തന്നെ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു രാംദേവ് അഗർവാൾ എന്നുള്ള ഒരു വ്യക്തി നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു മോത്തിലാൽ ഓസ്വാൾ എന്നുള്ളൊരു വലിയ ബ്രോക്കർ, ഇന്ത്യയിലെ ഒരു ബ്രോക്കറുടെ ബ്രോക്കിംഗ് ഹൗസിൻ്റെ കോഫൗണ്ടറാണ് അദ്ദേഹം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കൂടിയിട്ട് ആണ്. അതേപോലെ തന്നെ അദ്ദേഹം പലപ്പോഴും പല സ്പീച്ചുകളും വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു 90-ൽ 1 crore ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 2024 ആയപ്പോഴേക്കും 2000 crore വന്ന ഒരു സ്റ്റോറിയാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും അതിൽ കറക്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. जब मैं चालू किया 1990 में तो कुछ भी पैसा था, समझिए एक करोड़ था, समझिए वो भी 1 करोड़ बाद में आया, लेकिन फिर भी 1 करोड़ था समझिए। तो वो हर्षा मेहता बुलरन में हो गया 30 करोड़ 30 करोड़ घट के हो गया। पहला कट आया 67, 30 वाला 10 हो गया, 30 वाला 10 है। सॉफ्टवेयर का जब बूम हुआ उसमें 10 का 100 हो गया। मतलब जो हम कमाए, जो 2-4 करोड़ रुपए जो कमा रहे थे वो भी उसमें डाल रहे थे, तो 10 का 100 हो गया। फिर 2003 में जब कोलैप्स हुआ Y2K बूम का, तो 30 वापस। यार ये तो बड़ा मुश्किल है, मतलब जितना चलो 10 साल का फिर वही खड़े हो जी। फिर आया कमोडिटी बूम 2003 से 2008 का, उसमें हम हो गए 550 करोड़ का हो गया वो पोर्टफोलियो। वापस कोलैप्स हो गया, फिर आधा हो गया, फिर 100 हो गए। बोला यार ये बहुत तकलीफ वाला काम है इस समय। फिर उसके बाद फिर लगे रहे। अब जाके जो है ये फरवरी 2020 में ये हुआ था 1850। तो मेरे को लग रहा था भाई चौथा बुलावा आ गया मेरे समय। अच्छा कलकत्ता में बात कर रहे, चौथा बुलावा वापस कोलैप्स। फिर वापस मेरे ख्याल से इस बार 40-45% गिरा, 1150 के आसपास पहुंचा। अब वो 1150 भी बढ़ के 2000 करोड़ के ऊपर हो। അതിൽ നമ്മൾ നോക്കൂ, അദ്ദേഹം പറയുന്നത് അദ്ദേഹം 1990-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 crore പക്ഷേ 93-ൽ അദ്ദേഹത്തിന് ഹർഷത് മേത്തയുടെ ആ ഒരു ക്രാഷിന് മുമ്പുള്ള ബൂമിൽ അദ്ദേഹത്തിന് അത് 1 crore 30 crore 93-ൽ വരുന്നു. അതിനുശേഷം പക്ഷേ ഈ ഹർഷത് മേത്തയുടെ സ്കാം വരുന്നതിനെ തുടർന്ന് മാർക്കറ്റ് ക്രാഷ് ചെയ്ത് പോയി 30 crore വീണ്ടും തിരിച്ച് 10 crore വരുന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ 2000-ൽ ഐ ടിയുടെ ഒരു ബൂമിൽ, ഒരു Y2Kൻ്റെ ഒരു ബൂമിൽ ഈ 10 crores 100 crores വരുന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. അതിനുശേഷം പക്ഷേ ഈ ഐ ടിയിലുണ്ടായ ഒരു ബൂമിന് ശേഷം ഒരു കൊളാപ്സ് ഉണ്ടായി 2003-ൽ. അതിൽ 100 crores വീണ്ടും 30 crores വരുന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. അതിനുശേഷം 2003 മുതൽ 2008 വരെ അദ്ദേഹം ആ 30 crore
550 ക്രോർസിലേക്ക് വരുന്നതും അതിനുശേഷം ഈ 550 ക്രോർസിൽ അടുത്തൊരു കറക്ഷനിൽ വീണ്ടും 225 വരുന്നതും അതിനുശേഷം ഫെബ്രുവരി 2020 ഈ 225,850 ക്രോർസിലേക്ക് വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. പിന്നീട് ആ 1850 ക്രോർസിൽ നിന്ന് വീണ്ടും 1150 ക്രോർസിലേക്ക് അത് കറക്റ്റ് ചെയ്തു. ആ 1150 ക്രോറിൽ വന്നതിന് ശേഷം പിന്നീടാണ് 2024 എത്തുമ്പോഴേക്കും ഇത് 2000 ക്രോറിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ആ ഒരു ജേണി ഒരിക്കലും എപ്പോഴും മുകളിലേക്ക് എന്നുള്ളൊരു ജേണി ആയിരിക്കില്ല. പക്ഷേ നമ്മൾ ഈ 1 crore അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് പലപ്പോഴും മുകളിലേക്ക് വരികയും താഴെയും ചെയ്തുകൊണ്ടാണ് ഈ 2000 crore വരുന്നതല്ലേ. പക്ഷേ അതേസമയം എല്ലാ ഹൈയിലും വിറ്റ് താഴെ വാങ്ങാമെന്നുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ മാർക്കറ്റിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെ മാർക്കറ്റിൽ നമ്മൾ 365 ഡേയ്സും മാർക്കറ്റിൽ തന്നെ ഉണ്ടാവണം, എങ്കിലേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 2025 പോലെയുള്ളൊരു മോശം പീരീഡിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മണ്ടത്തരമല്ല, ഇത് തെറ്റല്ല. പക്ഷേ നിങ്ങൾ വരാൻ പോകുന്ന നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ പോർട്ട്ഫോളിയോയിൽ വന്നിട്ടുള്ള ലോസുകൾ കണ്ടുകൊണ്ടിരുന്നിട്ടുള്ളത് എന്നുള്ളത്. നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസംഗത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. There is no making money in the stock market in a straight line. First point. Second, there is going to be deep corrections in your portfolio. If your portfolio is not correcting by 50%, you are not in the market. Please take that. So celebrate if you have 25-30% correction in your portfolio. You are completely designed to make a lot of money. So it is going to happen. It is nature of the market. And this is how true. If you run away now that I have incurred losses, so let me run away and come some other day. You cannot do that. 365 days means all 365 days you have to be in market. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് സൈക്കിൾ എന്ന് പറയുന്നതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു അനുഭവങ്ങൾ. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്നും വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരുടെ നമുക്ക് റിയൽ അനുഭവങ്ങൾ മനസ്സിലാക്കാം. ഇദ്ദേഹം 1 crore നിന്ന് 2000 crore എത്തി എന്നുണ്ടെങ്കിൽ അതിലൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിൽ പല ഇൻവെസ്റ്റേഴ്സും നിങ്ങളുടെയൊക്കെ കയ്യിൽ 1 crore അധികമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. അത് നിങ്ങളെ പിന്നീട് വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 2026 ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഇതിൽ കഴിഞ്ഞ വർഷത്തിന് വിപരീതമായിട്ട് വളരെ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റാണ് മാർക്കറ്റിൽ നിന്നും. അത് നിങ്ങൾ പലപ്പോഴും വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ. കാരണം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊരു 7 to 7.5% GDP ഗ്രോത്താണ് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ GST റേറ്റ് കട്ട് ചെയ്തതിൻ്റെയും അതുപോലെ ഇൻകം ടാക്സിൻ്റെ ആ ലിമിറ്റ് ഉയർത്തിയതിൻ്റെയൊക്കെ വലിയൊരു ബെനിഫിറ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാൻ കിടക്കുന്ന ഒരു വർഷമാണ് നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഈ വർഷം നമുക്കറിയാം US ആയിട്ടുണ്ടായ കുറേ താരിഫിൻ്റേതായിട്ടുള്ള കുറേ ഡിസ്പ്യൂട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ മാർക്കറ്റിന് കുറച്ച് ഒരു നെഗറ്റീവ് ന്യൂസുകൾ തന്നെയായിരുന്നു. അതും വരും വർഷങ്ങളിൽ അതിനകത്ത് ഒരു സൊല്യൂഷൻ വരികയാണെങ്കിൽ കുറേ കൂടി പോസിറ്റീവായിട്ട് തന്നെ മാർക്കറ്റിന് ബെനിഫിറ്റ് വരും. അപ്പോൾ അടുത്ത വർഷത്തിൽ നമ്മളൊരു സെക്ടർ വൈസ് ഒരു പെർഫോമൻസ് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബാങ്കിങ് അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 20 to 25% അപ്സൈഡാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതൊരു ക്രെഡിറ്റ് ഗ്രോത്ത് ഒരു 12 to 14% ഗ്രോത്തും ഒരു നിം എക്സ്പാൻഷനും ആണ് അതിൻ്റെ ഒരു റീസണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻഫ്ര അടുത്ത വർഷം ഒരു 25 to 30% ഗ്രോത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് ഓർഡർ ബുക്സ് 5 lakh crore ഓർഡർ ബുക്സ് ഉണ്ട്. അതുപോലെ തന്നെ PLI സ്കീംസൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഈ ക്യാപിറ്റൽ ഗുഡ്സും അതുപോലെ തന്നെ ഇൻഫ്ര എന്നുള്ള സെക്ടറും അപ് ടു 30% ഒരു ഗ്രോത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ ഡിഫൻസും എയ്റോസ്പേസും 30 to 40% ഒരു ഗ്രോത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൽ ഒരു 2 lakh crore ഓർഡർ ബുക്ക് ഓൾറെഡി ഓർഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ട് പുഷും വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഓട്ടോസും ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സെഗ്മെൻറ്റ് 20-25% ഗ്രോത്ത് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതുപോലെ ഫെസ്റ്റീവ് റിക്കവറിയും FM സബ്സിഡറിയും ഒക്കെയാണ് അതിനൊരു റീസണായിട്ട് നമുക്ക് കാണാവുന്നത്. അതുപോലെ മെറ്റൽസ് ആൻഡ് കമ്മോഡിറ്റീസ് എടുക്കുകയാണെങ്കിൽ ആ സെക്ടറിൽ 20%ഓളം ഒരു ഗ്രോത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഗ്ലോബൽ പ്രൈസസും അതുപോലെ ചൈനയുടെ സ്റ്റിമുലസും ആയിരിക്കും അതിൻ്റെ ഒരു കാരണമായിരിക്കാം. എന്തായാലും ഗോൾഡ് പ്രൈസ് കഴിഞ്ഞ ആഴ്ചയിൽ $4,500 പെർ ഔൺസ് എന്നുള്ള റേറ്റിലേക്ക് ഒരു റെക്കോർഡിലേക്ക് വന്നപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും പ്രൈസ് വലിയ രീതിയിൽ റാലി ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് നമ്മൾക്ക് എങ്ങനെ ഈ ഗോൾഡിൻ്റെ അല്ലെങ്കിൽ സിൽവറിൻ്റെ റാലിയിൽ നമുക്കൊരു നമുക്കെങ്ങനെ ഈ ETF റൂട്ടിലൂടെ ഗോൾഡ് അല്ലെങ്കിൽ സിൽവറിൻ്റെ ETFകൾ വാങ്ങിക്കൊണ്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ റാലിയിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മൾ മുമ്പും വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗോൾഡ് ETF ഒരു പല ഗോൾഡ് ETFകളും ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗോൾഡ് ബീസ് എന്നുള്ള ഒരു ഗോൾഡ് ETF കുറിച്ചാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗോൾഡ് ബീസ് 2024 ഡിസംബർ 31 ട്രേഡ് ചെയ്തിരുന്നത് 64.9 അതിനുശേഷം നമുക്ക് കാണാം ഇപ്പോൾ കഴിഞ്ഞ 26 ഡിസംബർ 25 ഈ സ്റ്റോക്ക് ഗോൾഡ് ബീസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 114.31 അതായത് കഴിഞ്ഞ ഒരു വർഷത്തിൽ 78.35% ആണ് ഈ ഗോൾഡ് ETF റാലി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഗോൾഡ് ബീസ് എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഡിമാറ്റ് അക്കൗണ്ടിന് വേണ്ടി വരുന്ന അതിലുള്ള AMCയും അതുപോലെയുള്ള കോസ്റ്റുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഗോൾഡിൻ്റെ ETF നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെയാണ് നമ്മളതിൽ ഹോൾഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡ് ബീസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് വാങ്ങുന്നതിനേക്കാളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫിസിക്കൽ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് സിൽവർ ബീസ് എന്നുള്ള സിൽവറിൻ്റെ ETF ഉള്ളത്. ഇതും NSEയിൽ നിന്ന് നമുക്ക് വാങ്ങിയാൽ നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇതും ഡിസംബർ 31 ഡിസംബർ 24 87.73 ട്രേഡ് ചെയ്തിരുന്ന സിൽവറിൻ്റെ ETF 219.85 26 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 150.59% ഒരു ഹ്യൂജ് റാലിയാണ് സിൽവറിൽ നടന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള ഒരു റാലി വലിയൊരു ഹ്യൂജ് റാലിയാണ്. ഇത് സസ്റ്റൈനബിൾ ആണോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിൽവറിലേക്ക് ഗോൾഡിൽ ഉള്ള അത്രയും ഒരു സേഫ്റ്റി ഞാൻ കാണുന്നില്ല. സിൽവറിൽ നിങ്ങൾക്ക് സാമ്പിളായിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. പക്ഷേ ഗോൾഡ് ബീസ് ഇപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്ന വർഷവും ഗോൾഡ് ബുള്ളിഷായിരിക്കും. ഇപ്പോഴത്തെ ഒരു വേൾഡിൻ്റെ ഒരു എക്കണോമിക് എസ്പെഷ്യലി US-നുണ്ടാകുന്ന ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മൂലം ഗോൾഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും അടുത്ത വർഷവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ജൂപ്പിറ്റർ വാഗൺസ് 33% റാലിയോടുകൂടിയാണ് ക്ലോസ് ചെയ്തത്. ഹിന്ദുസ്ഥാൻ കോപ്പർ 22% റാലി ചെയ്ത് ക്ലോസ് ചെയ്തു. അതുപോലെ വികാസ് നിഗം 21% ഉയർന്നും, IRFC 17% ഉയർന്നും, ഇർക്കോൺ ഇൻ്റർനാഷണൽ 16% ഉയർന്നും, MMTC 16% ഉയർന്നും, ടിറ്റാഗ്രാഫ് റെയിൽ സിസ്റ്റംസ് 14% ഉയർന്നും, ഗുജറാത്ത് മിനറൽ 13% ഉയർന്നും, റെയിൽടെൽ കോർപ്പറേഷൻ 13% ഉയർന്നും, റൈറ്റ്സ് 11% ഉയർന്നും, IFCI 11% ഉയർന്നും, ദേവ്യാനി ഇൻ്റർനാഷണൽ 10% ഉയർന്നും, നാഷണൽ അലുമിനിയം 10% ഉയർന്നും, സഫയർ ഫുഡ്സ് 9% ഉയർന്നും, BEML 9% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകൾ കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചത്തെ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIs 4,291 crores സെല്ലേഴ്സ് ആയിരുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 12,024.5 crores ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയുടെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്. ലാസ്റ്റ് വീക്കിൽ 4 ട്രേഡിംഗ് ഡേയ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 19th ഡിസംബർ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 25,966 ആയിരുന്നു.
22 ഡിസംബറിൽ നിഫ്റ്റി 206 പോയിൻറ്റ്സ് ഉയർന്നും 23 ഡിസംബറിന് 4 പോയിൻറ്റ്സ് ഉയർന്നും അതുപോലെ 24 ഡിസംബറിന് 35 പോയിൻറ്റ്സ് താഴ്ന്നും അതിനുശേഷം ക്രിസ്മസിന് ശേഷം 26 ഡിസംബറിന് 99 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ ആഴ്ചയിൽ 75 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം ഡിസംബർ മന്ത് 160 പോയിൻറ്റ്സ് കൂടെ പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 24,880ലും 100 DMA വരുന്നത് 25,393ലും 50 DMA വരുന്നത് 25,910ലും 20 DMA വരുന്നത് 26,007ലുമാണ്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിഫ്റ്റിയുടെ പ്യുവർ പോയിൻ്റായ 26,095 മുകളിൽ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസുകൾ 26,410, 26,569, 26,935, 27,561 എന്നീ ലെവൽസാണ്. അതേസമയം 26,095 താഴെ ലെവലിലെ സപ്പോർട്ടുകൾ 25,955, 25,727, 25,577, 24,951, 24,585 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,569 ലോവർ റേഞ്ച് 25,577 ആയിരിക്കും. അതുപോലെ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 26,095 ആയിരിക്കും. അടുത്ത നമുക്ക് ഈ ആഴ്ചയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് JBM ഓട്ടോ ആണ്. JBM ഓട്ടോ ഒരു കറക്ഷന് ശേഷമുള്ള ഒരു റീബൗണ്ടിൻ്റെ മൂവ്മെൻറ്റിലാണ്. 622 ലെവലിലാണ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിലേക്ക് JBM ഓട്ടോ മൂവ് ചെയ്യുകയാണെങ്കിൽ 685 ആയിരിക്കും അടുത്തൊരു റെസിസ്റ്റൻസ് ആയിരിക്കുക. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് NMDC ആണ്. NMDC കഴിഞ്ഞ വീക്കിലൊരു ബ്രേക്കൗട്ടോടുകൂടി 82 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 82 ലെവലിന് മുകളിലേക്ക് NMDC മൂവ് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് 95 ആയിരിക്കും. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ശാരദ എനർജി, സിറ്റി യൂണിയൻ ബാങ്ക്, ടിറ്റാഗ്രാഫ് റെയിൽ സിസ്റ്റംസ്, രാംകോ സിമന്റ്, അതുപോലെ കരൂർ വൈശ്യ ബാങ്ക് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. എല്ലാവർക്കും ഞാൻ വളരെ നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുകയാണ്. 2026 എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.